ഹലോ, ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്നൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 4 മണി പലഹാരത്തിൻ്റെ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എന്താണെന്നൊക്കെ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ നാഴി പച്ചരി ഉണ്ടല്ലോ, പച്ചരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. ഞാൻ രാവിലെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്തല്ല അരയ്ക്കുക, ശർക്കര പാനി ഒഴിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കാൻ വെക്കാം. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഈ 3 അച്ച് മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 അച്ചൊക്കെ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വേറെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും നമുക്ക് പാനിയാക്കി എടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മുടെ ശർക്കര ഇവിടെ പാനിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറുന്നതിനെക്കാട്ടിലും മുന്നേ അരിച്ചൊഴിക്കണം. ഞാനിപ്പോൾ ആ പച്ചരി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ച ശേഷം നമ്മളിവിടെ പാനിയാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. വെള്ളം ഇതിൽ ചേർക്കില്ല. ഇതിൽ പൊടികളുണ്ടാവും കേട്ടോ, അതിനാണ് ഇത് അരിച്ചൊഴിക്കുന്നത്. ശർക്കരപ്പാനിയിൽ എപ്പോഴും ലാസ്റ്റ് നമുക്ക് കാണാം പൊടികൾ, കരടുകളൊക്കെ ഉണ്ടാവും ചില ശർക്കരയിൽ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്നത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും. ഒരുപാട് ലൂസുമായിട്ട് ഒരുപാട് കട്ടിയിലൊന്നല്ലാതെ. കണ്ടോ, നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. നമുക്കിനി ഇതിൽ വേണമെങ്കിൽ തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കാം. ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പൂളൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കും. അങ്ങനെ ഇട്ടാൽ തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് കുറച്ച് എണ്ണ ഇത്തിരി അധികം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കാരണം അത് മുങ്ങി നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് ഒരു തവി എടുത്തിട്ട് കണ്ടോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇനി ഇത് ഒരു സൈഡ് നല്ലോണം അതങ്ങനെ പൊന്തി വരും കേട്ടോ. അത് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ഒന്നിങ്ങനെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഒരുപാട് തീ നല്ലോണം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയും കേട്ടോ. ഉള്ള് ആവില്ല, നന്നായി കരിയും ചെയ്യും. അപ്പോൾ തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഓരോ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിത് ഇങ്ങനെ കേട്ടോ, ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. കണ്ടോ, ഇപ്പോൾ 2 സൈഡും ഒന്നും ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റത്തിൽ എണ്ണ നല്ലോണം എണ്ണ ഒന്ന് കുടിക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് ഊറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ധാന്യം മുഴുവനായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ അടിപൊളി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അന്ന് ഷോർട്സ് ഇട്ടതിൽ കുറേ പേര് ഈ സൈഡ് കണ്ടിട്ട് കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മൊരിഞ്ഞതാണ് കേട്ടോ. അത് ഈ മൊരിയുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. കരിഞ്ഞിട്ടില്ല കേട്ടോ. ഈ സൈഡൊന്നും മൊരിയുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ തീയൊക്കെ കുറച്ച്, ചിലപ്പോൾ ഒന്ന് ചൂടൊക്കെ കൂടുമ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. കരിയാതെ ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കണ്ടോ, ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, സ്വീറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് കൂട്ടാക്കുക. ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക്